പ്രതി ഋതു സ്ഥിരം പ്രശ്നക്കാരനും സ്ഥിരം കുറ്റവാളിയുമാണെന്നാണ് നാട്ടുകാരും പോലീസും അടക്കം പറയുന്നത്. എറണാകുളം ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി ഋതു ജെൻ ലഹരിക്കടിമയെന്ന് പോലീസ് പറയുന്നു. ഇയാൾ മാനസികാരോഗ്യ ചികിത്സയും തേടിയിട്ടുണ്ട്. 1 വർഷമായി നിലനിൽക്കുന്ന അയൽ തർക്കമാണ് ക്രൂര കൊലപാതകത്തിന് വഴിയൊരുക്കിയത്. സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിലേക്ക് നയിച്ചതെന്നാണ് ഋതുവിന്റെ മൊഴി. ആരാണ് ഋതു ജെൻ, എന്താണ് ഇയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്? പരിശോധിക്കാം. വീടിന്റെ അകത്ത് ഇത് ഇവിടെ ഒക്കെ കിടക്കണത്. അതെ, ഇപ്പൊ പൂച്ച, ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പ ഉണ്ടാക്കണത്. തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഋതു ജയൻ വേണുവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. നായയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഭീഷണിക്ക് കാരണം. 28 വയസ്സുകാരൻ ഋതു മുൻപ് NDPS കേസിൽ 52 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത്. വടക്കേക്കര പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. സ്ഥിരം പ്രശ്നക്കാരനെന്നും നാട്ടുകാർ. ഇതുപോലെ പോലീസ് കേസൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെയും ഇങ്ങനെ തല്ലുകൊടുത്ത അയൽവാസികളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പയ്യനാണത്. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ്. 1 വർഷമായുള്ള അയൽത്തർക്കം നിലനിൽക്കുന്നുണ്ട്. തന്റെ സഹോദരിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഋതു പോലീസിന് മൊഴി നൽകി. 24 കൊച്ചി.